മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുകളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതിരുന്നത് സംബന്ധിച്ച ചോദ്യങ്ങളോടാണ് ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വി മുരളീധരൻ പ്രതികരിച്ചത്. വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞ വി മുരളീധരൻ 2 പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമല്ലേ ഒലിച്ചുപോയിട്ടുള്ളൂവെന്നും ചോദിച്ചു. ഒരു പഞ്ചായത്തിലെ 3 വാർഡ്, നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത്. ദുരിതബാധിതരെ കളിയാക്കുകയാണ് വി മുരളീധരൻ എന്ന് CPM. ദുരന്തബാധിതരെ പോലും കളിയാക്കുകയും പരിഹസിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മുരളീധരന്റെ വാക്കുകൾ മര്യാദകേടാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ദുരന്തബാധിതരായ ജനങ്ങളെ അവഹേളിക്കുകയും അവരെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്ത സ്റ്റേറ്റ്മെന്റാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ദുരന്തബാധിതരായ ആളുകളോട് മാപ്പ് പറയണം. മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വയനാട്ടിൽ നിന്നും ഉയരുന്നത്. രണ്ട് വാർഡിൽ ഒലിച്ചു പോയിട്ടുള്ളൂ. അതൊക്കെ എത്രത്തോളം അവർ നേതാവ് പറയേണ്ട വർത്താനാണ്. അത് 400 ആളുകൾ മരണപ്പെട്ടിട്ട് പ്രധാനമന്ത്രി വരെ ഇവിടെ സന്ദർശിച്ച സ്ഥലമാണിത്. പ്രധാനമന്ത്രി വരെ വന്ന് സന്ദർശിക്കുന്ന സ്ഥലം. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. 1000 പേര് മരണപ്പെട്ടിട്ട് ഇപ്പോഴും 50 ആളുകൾ കിട്ടാനുണ്ട്. ഞങ്ങളിപ്പോൾ റോട്ടുമലാണ്. എല്ലാവരും ഞങ്ങളെ കാണുമ്പോൾ ചെയ്താൽ ഞങ്ങളെ അവസ്ഥ പുറത്ത് പറയാൻ പറ്റില്ല. കാരണം നമ്മളിങ്ങനെ കാണുമ്പോൾ അവരും ഉണ്ടാക്കിയത് വന്ന് അത് കഴിഞ്ഞു. ആ ഒരു 3 മാസം കൊണ്ട് ഞങ്ങളുടെ എല്ലാം സഹതാപം കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ റോട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ്. വാടകയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പ്രയാസത്തിലാണ്. ഇപ്പോൾ ഇത് അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ തലച്ചോറില്ല. അതന്നെ, വേറൊന്നുമില്ല പറയുന്നത്, തലച്ചോറില്ല. എന്താ പറയാ, അയാൾ തലയിലൊന്നും ഇല്ലാന്ന് പറയാം, ഒറ്റ വാക്കിൽ പറയാം. ഒരു പഞ്ചായത്തിലെ 3 വാർഡല്ല, ഇവിടെ 100-400 ആൾ മരിച്ചിട്ട് അതിനെത്ര നിസ്സാരവൽക്കരിക്കാൻ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും മുതിരാൻ പാടില്ല. ഇന്ത്യയിലെ നാനാ ഭാഗത്തുനിന്നും ആൾക്കാർ ഓടിക്കൂടി ഇവിടെ വന്ന് ഞങ്ങളെ സഹായിക്കുക. 100-400 ആൾക്കാർ മരിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു മുൻ കേന്ദ്രമന്ത്രിയും ഒരു രാഷ്ട്രീയ നേതാവുമായിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് വലിയ പ്രയാസമാണ്. കാരണം ഇതിനെ ചെറുതായി കാണുന്ന ഒരു രീതിയിലേക്ക് മാറ്റുകയാണ്. ഇതിലെന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചിട്ട് ഏത് നേതാവരെങ്കിലും ഇങ്ങനത്തെ ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു. വളരെ മോശമാണ്. കാരണം ഞങ്ങളൊക്കെ ഇന്നും ഞാൻ വാടക വീട്ടിലേക്ക് താമസിക്കുക. ഞങ്ങളുടെ സ്ഥിതിയൊക്കെ ദയനീയമാണ്. ചെറിയ നാടാണെങ്കിലും വലിയ നാടാണെങ്കിലും ജനങ്ങളുടെ ജീവൻ തന്നെ. ഞങ്ങളിങ്ങനെ തരം താക്കാൻ പാടില്ല. ഞങ്ങളൊക്കെ നാടും കുടിയും പോയിട്ട് ഇങ്ങനെ റോട്ടിലാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഇന്ന് രാഷ്ട്രീയമല്ലേ വലുത്, നമ്മുടെ ഓരോരോ ജീവമാണ് വലുത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.